ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൽ സ്റ്റുഡൻറ്റിനെ എങ്ങനെ ആഡ് ചെയ്യാമെന്നുള്ളതാണ്. അൾട്രാ പ്ലാനാണ്. ഇതിൽ സ്റ്റുഡൻറ്റിനെ ആഡ് ചെയ്ത് വ്യൂ മാനേജ് സ്റ്റുഡൻറ്റിൽ പോവുക, ആഡ് കൊടുക്കുക. ഇത് സ്കൂൾ ബേസ്ഡ് അക്കൗണ്ടാണ്. അതുകൊണ്ടാണ് അവിടെ സ്കൂളിൻ്റെ പേര് ഓൾറെഡി വന്ന് നിൽക്കുന്നത്. അവിടെ സ്കൂളിൻ്റെ പേര് വരില്ല. അതായത് പിന്നെ നമ്മളെ വണ്ടിയിൽ നമ്മൾ കൊണ്ടുപോയി വിടുന്നവർക്ക് അവിടെ സ്കൂളിൻ്റെ പേര് വരില്ല. അവിടെ ഏതൊക്കെയാണോ സ്കൂൾ അവിടെ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് സ്കൂൾ ബേസ്ഡ് വണ്ടി ആയതുകൊണ്ട് ഇതിൽ ആ സ്കൂളിലേക്കുള്ള കുട്ടികൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അത് മാത്രമുള്ള വ്യത്യാസം, ബാക്കി സെയിമാണ്. 5 UKG ഗാർഡിയന് ഒരു നമ്മൾ മൊബൈൽ നമ്പർ ഇവിടെ കൊടുത്തു. പിക്കപ്പ് ലൊക്കേഷൻ മൂപ്പര് ഓൾറെഡി ഉള്ള ലൊക്കേഷൻ, മന്ത്ലി ഫീസ് സേവ് ചെയ്തു. ഇനി നമ്മൾ ഇതിൽ സ്കൂൾ ബേസിലല്ലാത്തൊരു അക്കൗണ്ടിൽ നമ്മളൊന്ന് സൈൻ ഇൻ ചെയ്ത് വെക്കാം. ഇതൊരു സ്കൂൾ ബേസ്ഡാണ്. അതുകൊണ്ടാണ് നമ്മൾ സ്റ്റുഡൻറ്റിനെ ആഡ് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് സ്കൂള് ആഡ് ചെയ്യാൻ പറ്റാത്തത്. LP സ്കൂളിൽ ഡീഫാൾട്ട് സ്കൂളിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ നമ്മൾ ലോഗൗട്ട് ചെയ്തു, ലോഗിൻ ചെയ്തു. ഇത് പ്ലാൻ എക്സ്പയർഡ് ആയിട്ടുണ്ട്. ഇതിൽ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്കിവിടെ സ്കൂൾ ബ്ലാങ്ക് ആയിരിക്കും. നമ്മൾ സ്കൂൾ ഇവിടെ എന്ത് ചെയ്യണം, ആഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഏത് സ്കൂൾ ആഡ് ചെയ്ത് കൊടുക്കുക, ഏതൊക്കെ സ്കൂളിലുള്ള കുട്ടികളുണ്ടെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്കിതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതാണ് സ്റ്റുഡൻറ്റിനെ ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളിതിൽ ആഡ് ചെയ്ത ഗാർഡിയൻ്റെ നമ്പർ ഒരു വാട്സപ്പ് ഉള്ളതും ലോഗിൻ ചെയ്യാൻ പറ്റുന്നതുമായ നമ്പറാണ് കൊടുക്കേണ്ടത്. ഈ നമ്പർ വെച്ചിട്ടാണ് ഗാർഡിയന് ലോഗിൻ